ഹലോ ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇനി ഇൻഷാല്ലാ പഴയതുപോലെ തന്നെ ബിസിനസ് ഐഡിയാസും അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ടാണ് ഞാൻ ഇനി വരുന്നത്. അപ്പോൾ ഞാൻ മാക്സിമം ട്രൈ ചെയ്യുക അതുപോലെയുള്ള വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ മെയ് ആണല്ലോ, നമുക്ക് ജൂൺ മാസം വരാൻ പോവുകയാണ് അല്ലേ. അപ്പോൾ ജൂൺ മാസത്തിൽ നമുക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന നല്ല നല്ല അടിപൊളി ഐറ്റംസാണ് ഞാൻ ജസ്റ്റ് നിങ്ങളെ ഒന്ന് കാണിക്കാൻ പോകുന്നത് കേട്ടോ. ഇതൊക്കെ ഇവിടെ ചില ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ യു എയിൽ ഞാൻ അബുദാബിയിലാണ്. അപ്പോൾ ഇവിടെ വീട്ടിലിരുന്ന് ചില ആൾക്കാർ ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ജൂണിലാണെങ്കിൽ നാട്ടിൽ സ്കൂൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ആ സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയെന്നല്ലേ അത് ഞാൻ കാണിക്കാം. ഞാൻ എക്സാമ്പിളായിട്ട് കുറേ കാര്യങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ വീഡിയോയ്ക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കണേ. എങ്കിൽ ഇത് മറ്റുള്ളവരിലോട്ട് എന്തായാലും എത്തുകയായിരിക്കും. അതുകൊണ്ടാണ്. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ പാർട്ട് 2 കൂടി ഞാൻ ചെയ്യാം. ഷുവറായിട്ട് നാളെ തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. ഷുവറായിട്ടും ഇത് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആവും. കുറേ ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ബിസിനസ് ഐഡിയാസൊക്കെ എവിടെ പോയി, വീഡിയോസ് വരുന്നില്ലല്ലോ, ഇനി അതുപോലെയുള്ള വീഡിയോസ് വേണമെന്നും പറഞ്ഞ് കുറേ ആൾക്കാർ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. നല്ല തണുപ്പാണ്, അപ്പോൾ അതുകൊണ്ട് സംസാരിക്കുമ്പോൾ ജസ്റ്റ് ഞാൻ തണുത്ത വെള്ളമൊക്കെ കുടിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ സംസാരിക്കുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും കുഴപ്പമില്ല, ഞാൻ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, എല്ലാവരും റിക്വസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഞാൻ വീണ്ടും ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് കാര്യത്തിലോട്ട് പോകാം അല്ലേ. ഞാൻ സംസാരിച്ചിട്ട് കുറേ അങ്ങ് വഷളാക്കുന്നില്ല. ഞാനാണെങ്കിൽ കുറേ കാര്യങ്ങൾ സംസാരിച്ചു പോകും. അതെൻ്റെ ഒരു മെയിനായിട്ടുള്ളൊരു പ്രോബ്ലം ആണെന്ന് തോന്നുന്നു എനിക്ക്. ഒരുപക്ഷെ നിങ്ങൾക്ക് വീഡിയോ കൂടുതൽ ലെങ്ത്ത് കൂടാനും ചാൻസ് ഉണ്ട്, ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാവാനും ചാൻസും ഉണ്ട്. അപ്പോൾ ഞാൻ മാക്സിമം എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ കാര്യത്തിലോട്ട് പോയാലോ. യെസ്, ഇതെന്താണ്? ഇത് ബുക്ക് റാപ്പറാണ് അല്ലേ. ഇത് അത്യാവശ്യം നല്ല പണിയുണ്ട്. ഈ ബുക്കിന് നമ്മളിത് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ബുക്കിന് റാപ്പ് ചെയ്യണമെങ്കിൽ റാപ്പർ വേണം. അപ്പോൾ ഇതുപോലുള്ള റാപ്പർ നിങ്ങൾ ചെറിയ ക്യാഷിന് ബൾക്കായിട്ട് വാങ്ങിക്കുക. എന്നിട്ട് നമുക്കിത് വീട്ടിലിരുന്ന് സെയിൽ ചെയ്യാൻ പറ്റും. മനസ്സിലായോ? എത്രയോ കുട്ടികൾ, എത്രയോന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതില്ലെങ്കിൽ ലക്ഷമല്ല കോടിക്കണക്കിന് എന്ന് പറയാം. കാരണം എല്ലാ സ്കൂളിലെയും കുട്ടികൾക്ക് നിർബന്ധമാണ് ഇതുപോലുള്ള റാപ്പർ. അപ്പോൾ ഇതാണെങ്കിൽ ഒട്ടിക്കാനും കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മൾ സാധാരണ റാപ്പർ പോലെയല്ല. ഓക്കെ, ഇത് ഗമ്മൊക്കെ ഇതിനകത്തുള്ള റാപ്പറാണ്. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഒന്ന് ബുക്കിനകത്ത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒട്ടിപ്പിടിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി എല്ലാവരും വാങ്ങുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള റാപ്പർ ബിസിനസ് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാം. അത് ഈ ഒരു സമയം ജൂൺ മാസത്തിൽ സ്കൂൾ സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ വാങ്ങി വയ്ക്കുക. എന്നിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതുമാത്രമല്ല, ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമുക്ക് വീട്ടിലിരുന്ന് മറ്റുള്ളവർക്ക് റാപ്പ് ചെയ്ത് കൊടുക്കാനും പറ്റും. ഇപ്പം ഞാൻ തന്നെ, എനിക്കിപ്പോൾ കുട്ടി ഒക്കെ ആയതുകൊണ്ട് തീരെ സമയം കിട്ടുന്നില്ല. ഞാൻ ആകെ കഷ്ടപ്പെടുമായിരുന്നു മക്കളുടെ 2 പേരുടെയും ബുക്കിന് റാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ റാപ്പൊക്കെ ചെയ്തതിന് ശേഷം എന്നോട് എൻ്റെ ഒരു ഫിലിപ്പീൻ ഫ്രണ്ട് പറഞ്ഞു, പിന്നെ അവരുടെ ഒരു കസിന് എല്ലാവർക്കും ഇതുപോലെ റാപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന്. ആൾ 100 ദിർഹമാണ് വാങ്ങുന്നത്. നല്ല പൈസയായില്ലേ. ഒരാളുടെ കയ്യിൽ നിന്ന് 100 ദിർഹം കിട്ടുവാണെങ്കിൽ 10 പേരുടെ കയ്യിൽ നിന്നാകുമ്പോൾ 1000 ദിർഹമായില്ലേ. ഇന്ത്യൻ റുപ്പീസ് ഓൾമോസ്റ്റ് 25,000 സംതിങ് ആയി റാപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ റാപ്പർ വാങ്ങിച്ചിട്ട് അവരുടെ വീട്ടിലോട്ട് കൊടുക്കുകയാണ്, റാപ്പറും അതേപോലെ ബുക്സും. അപ്പോൾ അവർ റാപ്പ് ചെയ്ത് തരും. പക്ഷേ അതിന് ഞാൻ പറഞ്ഞില്ല, ഒരു സെറ്റിന് വാങ്ങുന്നത് 100 ദിർഹം. വീട്ടിലിരുന്ന് സ്ത്രീകൾക്ക് വെറുതെ ക്യാഷ് കുറച്ച് സമയം, ഒരു 2 മണിക്കൂർ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്താൽ മതി, നമുക്ക് നല്ല രീതിയിൽ സമ്പാദിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഐറ്റമാണ്. ഇതെല്ലാവർക്കും നിർബന്ധമാണല്ലോ. പിന്നെ അതുപോലെ ഇത് ബോക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇതൊക്കെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടും. ഇതുപോലെയുള്ളത് നമ്മൾ വാങ്ങിച്ചിട്ട് സെയിൽ ചെയ്യുക. ഇതൊക്കെ എന്തായാലും എല്ലാവരും വാങ്ങും. ഇത് ചെറിയ സൈസ്, ഇത് വലിയ സൈസ്. ഞാനിപ്പോൾ എൻ്റെ മോൾക്ക് വാങ്ങിയതാണ്, കഴിഞ്ഞ വർഷം വാങ്ങിയതാണ്. ജസ്റ്റ് ഒരു സാമ്പിൾ നിങ്ങളെ കാണിക്കുകയാണ്. അപ്പോൾ മക്കളാണെങ്കിൽ ഇതൊക്കെ ഇങ്ങനെ മാറ്റിക്കൊണ്ടേയിരിക്കും. ഇതുപോലുള്ള സാധനങ്ങൾ നിങ്ങൾ ഓൺലൈൻ വഴി വീട്ടിലിരുന്ന് സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക.
ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് നല്ല ലാഭം കിട്ടുകയും ചെയ്യും ഇതുപോലുള്ള ഐറ്റംസ്. ഒരു കുട്ടി വാങ്ങിക്കഴിഞ്ഞാൽ അത് കണ്ടിട്ട് മറ്റുള്ള കുട്ടികൾ അതുപോലുള്ള സാധനം തന്നെ വാങ്ങും. ഇപ്പം എൻ്റെ മോളുടെ കണ്ടിട്ട് അവളുടെ ക്ലാസ്സിലെ കുറേ കുട്ടികൾ ഇതുപോലെ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ബിസിനസ് ഐഡിയ ആണ്, നമുക്ക് സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്. ഞാൻ പറഞ്ഞില്ല, ഇതിന് വേറെ പണിയൊന്നുമില്ല. നമ്മൾ കുറേ ബൾക്കായിട്ട് വാങ്ങിക്കുക, എന്നിട്ട് ഓൺലൈൻ വഴി പോസ്റ്റ് ചെയ്യുക. ഫേസ്ബുക്കോ വാട്സപ്പോ വഴി നിങ്ങൾക്ക് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ചെറിയ ചെറിയ കാര്യങ്ങൾ, ഇതൊക്കെ ചെറിയ പൈസയ്ക്ക് നമുക്ക് കിട്ടും. ഇതുപോലുള്ള സ്റ്റിക്കേഴ്സ്, ഇതൊക്കെ നമുക്ക് നിർബന്ധമാണല്ലോ അല്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഓൺലൈനിൽ വാങ്ങാൻ പറ്റും. നിങ്ങൾ ഇതുപോലുള്ള ഓൺലൈനിലാണെങ്കിലും ബൾക്കായിട്ട് വാങ്ങുക, ചെറിയ പൈസയ്ക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾ മറ്റുള്ളവരിലോട്ട് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും വാങ്ങും. ഒരുപക്ഷെ ഇതിന് 10 ദിർഹം, ഇവിടെ നമ്മൾ ദിർഹമാണല്ലോ, 10 ദിർഹമിന് വാങ്ങുവാണെങ്കിൽ നമുക്കൊരു 15-ന് വിൽക്കാൻ പറ്റും ഒരു പാക്കറ്റ്. നമുക്കതിൽ നിന്ന് 5 ദിർഹം കിട്ടി. അതുപോലെ 10 പേര് വാങ്ങുവാണെങ്കിൽ നമുക്ക് നല്ല ക്യാഷ് ആവില്ലേ. ഞാൻ ഐഡിയാസാണ് നിങ്ങളോട് പറഞ്ഞു തരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ഇത് ഗ്ലിറ്റർ ഷീറ്റ്, ഇങ്ങനെയുള്ള ഷീറ്റ്സ് ഇതിവിടെ ഉള്ളതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് സ്കൂളിലേക്ക് വേണം. കാരണം സ്കൂളിൽ നിന്നൊരു ലിസ്റ്റ് തരും. ഇവിടെയൊക്കെ നാട്ടിലെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, നമുക്ക് നിർബന്ധമായിട്ട് വാങ്ങണം. നമ്മൾ ചില ഷോപ്പിൽ ഇത് വാങ്ങുവാണെങ്കിൽ നല്ല ക്യാഷ് കൊടുക്കും. പക്ഷേ ഇത് ബൾക്കായിട്ട് വാങ്ങുവാണെങ്കിൽ നമുക്ക് ചെറിയ ക്യാഷിന് കിട്ടും. ഞാൻ പറഞ്ഞില്ല, ഇതൊക്കെ നമുക്ക് ഒരു പാക്കറ്റ് സ്കൂളിൽ കൊടുത്ത് വിടണം. ഇതാണെങ്കിലും കളർ പേപ്പേഴ്സ് ആണെങ്കിലും. അപ്പോൾ നിങ്ങൾ പറ്റുവാണെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ആ ഗ്രൂപ്പിൽ മാക്സിമം ആൾക്കാരെ ആഡ് ചെയ്യുക, കുട്ടികളുള്ള ആൾക്കാരെ ആഡ് ചെയ്യുക. എന്നിട്ട് ഇതുപോലുള്ള സാധനങ്ങൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഫോട്ടോസ് ഷോപ്പിൽ പോയി എടുക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഓൺലൈൻ വഴി നിങ്ങൾക്ക് കിട്ടും. അതിൻ്റെ ഫോട്ടോസ് ഷെയർ ചെയ്യുക, അതിനൊരു റേറ്റ് ഇട്ട് കൊടുക്കുക. കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. ഷുവറായിട്ടും കസ്റ്റമേഴ്സിന് കിട്ടും കേട്ടോ. പിന്നെ ഇത് കൂടാതെ നമുക്ക് കുറേ കാര്യങ്ങളുണ്ട്. സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഈ ഒരു ജൂൺ മാസം നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. എങ്ങനെയെന്നറിയോ? സ്കൂൾ യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഒരു യൂണിഫോം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഏകദേശം 300-400 രൂപീസ് കിട്ടും. അതുപോലെ ഒരു 10 കിട്ടുവാണെങ്കിൽ നിങ്ങൾ തന്നെ ചെയ്യേണ്ട, ഒരാളെ വെച്ച് നിങ്ങൾക്ക് ചെയ്തുകൂടെ? നല്ലൊരു ബിസിനസ് അല്ലേ? ഇതുപോലെ കുറേ കാര്യങ്ങൾ. ഇത് മാത്രമല്ല, വാട്ടർ ബോട്ടിൽ, അതുപോലെ ടിഫിൻ ബോക്സസ്. വാട്ടർ ബോട്ടിലൊക്കെ പല ഡിസൈനിലും വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ബൾക്കായിട്ട് വാങ്ങുക. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ ഓൺലൈൻ വഴി സെയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നടക്കുന്നുള്ളത്. വീട്ടിലിരുന്ന് സ്ത്രീകൾ ചെയ്യാൻ പറ്റുന്ന, നമ്മുടെ മലയാളീസ് അല്ലെങ്കിലും ഫിലിപ്പീൻസും സുഡാനീസ്, അറബ്സ് ഇവരൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അവരൊക്കെ ഇതുപോലെയുള്ള ബിസിനസ് വീട്ടിലിരുന്ന് ചെയ്യും. ഇത് മാത്രമല്ല, ഈവൻ ഫ്രൂട്ട്സ് വരെ ബൾക്കായിട്ട് വാങ്ങിച്ചിട്ട് വീട്ടിലിരുന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സൈറ്റ് ഉണ്ടാക്കിയിട്ട് ലൈസൻസും എടുത്തിട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത്. ഇങ്ങനെയുള്ള ബിസിനസ്സാണ് നമുക്ക് ഈ ഒരു മാസവും അതേപോലെ ജൂൺ മാസവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്നും ഒരു ഓർഡേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഷുവറായിട്ടും ഓട്ടോമാറ്റിക്കലി നമുക്ക് മറ്റുള്ളവരുടെ ഓർഡേഴ്സും കിട്ടും. ഒരാൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ ചോദിക്കും, ഇത് നീ എവിടെ നിന്നാണ് വാങ്ങിയത്? അപ്പോൾ ഇങ്ങനെ അവർ റെഫറൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഷുവറായിട്ട് നമ്മളോടും വാങ്ങും. മനസ്സിലായോ? അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ വീഡിയോ പറ്റുവാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഇതിൻ്റെ പാർട്ട് 2 ഷുവറായിട്ടും ഞാൻ നാളെ ചെയ്യും. വേറെയും കുറേ ഐഡിയാസ് ഉണ്ട്, അതുകൂടി ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് മാത്രമല്ല, ഇനിയുണ്ട് ഇതുപോലെയുള്ള ഇത് എറൈസർ, ഷാർപ്നർ, ഇതൊക്കെ നമുക്ക് ഇതുപോലെ ചെറിയ പൈസയ്ക്ക് ഇങ്ങനെ കിട്ടും, ബഞ്ചായിട്ട്. അപ്പോൾ ഇതിന് തന്നെ അത്രയേ ഉള്ളൂ, 7.99 ഉള്ളൂ, ദിർഹമാണ്. പക്ഷെ നിങ്ങൾ വാങ്ങുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, കുറേ വാങ്ങിക്കുക, എന്നിട്ട് പോസ്റ്റ് ചെയ്ത് നോക്കുക. വാങ്ങുന്നില്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് ഫോട്ടോ എടുത്തിട്ട് ആ ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് നോക്കുക. ഓർഡേഴ്സ് വരുന്നുണ്ടോ എന്ന് നോക്കുക. ഓർഡേഴ്സ് വരുവാണെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾ ഓർഡർ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഡയറക്റ്റ് ബിസിനസ്സിലോട്ട് ഇറങ്ങുക. ഈ ഒരു മാസവും അടുത്ത മാസവും നിങ്ങൾക്ക് ഷുവറായിട്ടും നല്ല രീതിയിൽ ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇത് 100% ഷുവറാണ്. ഓക്കെ, ഇവിടെ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ഞാനത് നിങ്ങളോട് പറഞ്ഞു തരികയാണ്. അപ്പോൾ നിങ്ങൾ മാക്സിമം വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ബിസിനസ് ഐഡിയ എന്ന് പറയുന്നത്. ഞാൻ പറഞ്ഞില്ലേ, നാളെ ഇതിൻ്റെ പാർട്ട് 2 വേണമെങ്കിൽ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ, ടേക്ക് കെയർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.